വായിക്കും. 19-ാം അധ്യായം 19-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി. ശുദ്ധിപ്രയോഗം ചെയ്തിരുന്ന പലരെയും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് ശുദ്ധിപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരും കാണിക്കെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയപ്പോൾ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. 50,000 വെള്ളിക്കാശ് കണ്ടോ? ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, മനുഷ്യർ കൂട്ടമായി വർഷങ്ങളായി വെച്ച് പുലിച്ചുകൊണ്ടിരുന്ന അവരുടെ ദൈവങ്ങളുടെ പുസ്തകങ്ങൾ, മന്ത്രത്തകിടുകൾ, മന്ത്രപുസ്തകങ്ങൾ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ മുൻപിലിട്ട് അത് തീ വെച്ച് ചുട്ടുകളയുക. ഒരു പ്രാവശ്യം ചുട്ടതിന്റെ വില 50,000 വെള്ളിക്കാശ്. എവിടായിരുന്നു നടക്കുന്നത്? പിശാച് കുടിവെട്ടി വാഴുന്ന നാളുകളായി സാത്താൻ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഇടത്ത് സാത്താനുള്ളവയെ ചുട്ടി കരിച്ച് മാറ്റുകയോ ഇല്ലാതാക്കുകയോ. ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയപ്പെടുക. ഇതിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അത് മാറ്റിവെക്കാനല്ല ദൈവത്തിനെ വിളിച്ചത്. അതും കൂടി അവിടെ ഇരുന്നാണെന്ന് പറയാനല്ല ദൈവത്തിനെ വിളിച്ചത്. അതെല്ലാം കൂട്ടിയിട്ട് ചുറ്റുമാറ്റുക. ഇന്നെല്ലാവരും ഐകമത്യമാണ്. ആ ദൈവമോ ഈ ദൈവമോ, ദൈവമില്ലാത്തവരും ദൈവമുള്ളവരും എങ്ങനെ ജീവിക്കുന്നവരും എല്ലാം കൂടി ഒരുമിച്ച് കൂടിക്കോ. ഐകമത്യം, സഭയിലെ ഐകമത്യം അതല്ല. സഭയ്ക്ക് ഐകമത്യമുണ്ട്, പക്ഷേ അത് മണ്ണും ഇരുമ്പും കൂടെ ചേർന്ന ഐകമത്യമല്ല. സഹോദരങ്ങളെ, ഒരു ഇരുമ്പ് കട്ടയുടെ മുകളിൽ കുറച്ച് മണ്ണെടുത്ത് നിങ്ങൾ വെച്ചാൽ അത് കുറെ സമയത്തേക്ക് ഇരിക്കും, പക്ഷെ ഒരു കാറ്റ് വരുമ്പോ പോകും. അതല്ല ഐകമത്യം. ഐകമത്യം എന്ന് പറയുന്നത് വല്ലപ്രകാരം ദൈവമക്കൾ കൂടുന്ന സഹോദര ബന്ധമാണ്. അതാ നേരുള്ളവരുടെ സഭ, അതാ നേരുള്ളവരുടെ സഭാ സംഘം. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഇന്നെങ്ങനെ ഏത് രീതിയിൽപ്പെട്ടവരും ഒരുമിച്ച് കൂടിക്കൊള്ളുക. ആ ഐകമത്യം ദൈവികമല്ല, അത് പൈശാചികമാണ്. വേദപുസ്തകത്തിന്റെ കൂടെ ചേർക്കുവാൻ കഴിയുന്ന മറ്റൊരു പുസ്തകമില്ല. ഒരു മതത്തിന്റെ ഗ്രന്ഥവും വിശുദ്ധ വേദപുസ്തകത്തോട് ചേർത്ത് വെക്കുവാൻ കൊള്ളത്തില്ല. ഓരോ മതത്തിന്റെ ആരാധനയും ദൈവാരാധനയോട് ചേർക്കുവാൻ കൊള്ളത്തില്ല. കുപ്പായമിട്ടവനും തൊപ്പിവെച്ചവനും മീശത്താടി നീട്ടിയവനും കുരിശ് തൂക്കിയിരുന്നവനും വേദപുസ്തകം പ്രസംഗിക്കുന്നവനും ഒരു വ്യക്തിയല്ല. സഹോദരങ്ങളെ, പള്ളിയില്ലാത്തതിനും മെത്രാനും പോപ്പിനും പൂജാരിക്കും ഇസ്ലാമിന്റെ പ്രവർത്തകർക്കുമെല്ലാം ഒരുമിച്ച് ചേരാം. എന്നാൽ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് ഇവരുമായി കൂട്ടായ്മ കൊടുക്കാൻ കഴിയത്തില്ല. നമ്മൾ ചുട്ടുകളയേണ്ടവരാണ്. അന്യായ ശക്തികളെ നാം പേടിക്കരുത്. പൈശാചിക ചെയ്തികളെ നാം ഭയപ്പെടരുത്. തിന്മകളെ നാം അംഗീകരിക്കരുത്. നാം അവ ചുട്ടുകളയണം. 50 വെള്ളിക്കാശാണെങ്കിലും 500 വെള്ളിക്കാശാണെങ്കിലും 50,000 വെള്ളിക്കാശാണെങ്കിലും അതേതിലായത് കാരണം ചുട്ടുകളയണം. സഭ ദൈവരാജ്യം സ്ഥാപിപ്പാൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ഭാഗം. ഞാൻ ഇന്നലെ പറഞ്ഞു പോലെ യേശു ഭൂമിയായിരുന്നപ്പോൾ തന്റെ ശരീരം കൊണ്ട് ചെയ്തത് ഇന്ന് യേശു തന്റെ ശരീരമാകുന്ന സഭയെ കൊണ്ട് ചെയ്യുന്നു. യേശുവിന്റെ ശരീരം പിശാചിന് കീഴ്പ്പെട്ടിരുന്നു.
സാത്താൻ യേശുവോട് പറയുക, നീ കല്ല് അപ്പമാക്ക. യേശു അപ്പമാക്കി. എന്താണെന്നറിയാമോ? കല്ലല്ല, തന്റെ ശരീരം. ഇതാ നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരം എന്ന് പറഞ്ഞ് അവൻ അപ്പം എടുത്ത് നുറുക്കി. കണ്ടോ? സാത്താൻ പറയുന്നതല്ല യേശു അപ്പമാക്കുന്നത്. യേശുവിന്റെ ശരീരമാണ് യേശു അപ്പമാക്കിയത്. സഹോദരങ്ങളെ, നമുക്ക് ആത്മീയത്തിലേക്ക് മടങ്ങി വരാം. ആത്മീയമാണ്, ദൈവികമാണ്. ഇഷ്ടമുള്ളവരൊക്കെ അതിൽ ശോധന ചെയ്യുന്നു. മനുഷ്യപ്രീതിയല്ല നമുക്ക് വേണ്ടത്, ദൈവപ്രീതിയാണ്. പൈശാചിക നന്മകളുടെ വെള്ളിക്കാശികൾ തിളക്കമല്ല നമുക്ക് വലുത്, ദൈവിക സത്യമാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ എന്റെ സഹോദരങ്ങളെ. 50,000 വെള്ളിക്കാശ് കേൾക്കുമ്പോൾ നെറ്റി ചുളിച്ചു പോകും പലരും. ഇത്രയും വെള്ളിക്കാശിൻ്റെത് കളയണമോ? കളയണം. നിങ്ങൾ ഓർക്കണം പത്രോസ് പറഞ്ഞ വാചകം, വെള്ളിയും പൊന്നും എനിക്കില്ല. പലപ്പോഴും അവർ വിശന്ന് നടന്നിട്ടുണ്ട്. പൗലോസ് പറഞ്ഞില്ലേ, പലവട്ടം പട്ടിണി. പലവട്ടം പട്ടിണി കിടന്ന മനുഷ്യന്റെ മുമ്പിൽ 50,000 വെള്ളിക്കാശിൻ്റെത് കിട്ടിയ അത് വിറ്റ് പണമാക്കിക്കൂടെ? അത് സ്വീകരിക്കുന്ന മറ്റു മനുഷ്യർ ഭൂമിയിലുണ്ടല്ലോ, അത് വിറ്റ് പണമാക്കിക്കൂടെ? നിങ്ങളുടെ കയ്യിൽ 10 പാക്കറ്റ് സിഗരറ്റിരിക്കുമ്പോഴാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് എന്ന് സങ്കല്പിക്കുക. ആ 10 പാക്കറ്റ് സിഗരറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല, കാരണം നിങ്ങൾ രക്ഷിക്കപ്പെടും. ആ 10 പാക്കറ്റ് സിഗരറ്റ് ഒരു കടയിൽ കൊണ്ട് കൊടുത്താൽ, അല്ലെങ്കിൽ അത് വലിക്കുന്നവർക്ക് കൊടുത്താൽ അതിന്റെ വില കിട്ടും. നിങ്ങളത് കൊടുത്തിട്ടുള്ള വില വാങ്ങും. ആ 10 പാക്കറ്റിന് കിട്ടുന്ന വിലയല്ലേ സഹോദരങ്ങളെ? പക്ഷേ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ആ പാപം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ മറ്റൊരാളെ കൊണ്ട് നിങ്ങൾ പാപം ചെയ്യിക്കുക. 50,000 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ എത്ര വലുതാ, അന്ന് എത്ര വലുതാ. പലവട്ടം പട്ടി കിടക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഇത്രയും വന്നപ്പോൾ അത് ചുട്ടത് മര്യാദയാണ്, ബുദ്ധിയാണല്ലേ? അത് ഉപയോഗിക്കുന്നവർക്ക് കൊടുത്ത് അതിന്റെ പണം വാങ്ങി ചുറ്റാചാരം ചെയ്യുന്നൂടെ? ഇല്ല. ദൈവത്തിന് അത് വേണ്ട. പത്രോസും പൗലോസും ആദ്യ സമയം സേവിച്ചത് ആരെങ്കിലുമല്ല, സർവവും കൊടുക്കുവാൻ കഴിയുന്ന അവരുടെ ദൈവത്തെ. എന്റെ അകത്ത് ദൈവത്തിന്റെ വചനം നിറയുന്നു. പൗലോസിനെ കാരാഗൃഹത്തിലിട്ടാലും പത്രോസിനെ കാരാഗൃഹത്തിലിട്ടാലും തള്ളിച്ചതച്ചാലും അവർ കണ്ടെത്തിയ സത്യം അവർ മുറുകെ പിടിക്കും. ചിലയിടത്ത് ദൂതന്മാർ വരും, ചിലയിടത്ത് ദൂതന്മാർ വരത്തില്ല. അവരുടെ ദൈവം മറ്റു വഴി ഒരുക്കും. അതവരുടെ അനുഭവം.